വളരെ ലക്ഷപ്രഭുവായ ഒരു മനുഷ്യൻ, അദ്ദേഹം അപ്രതീക്ഷിതമായൊരു ദിവസം അദ്ദേഹത്തിന്റെ മക്കൾക്കും ഭാര്യക്കും മുന്നിൽ മരണപ്പെട്ടു. വിദേശത്ത് ഒരു പ്രവാസി, നല്ല സമ്പന്നൻ, ഒരുപാട് ബിസിനസ് ഉള്ളൊരു വ്യക്തി. മക്കളെയും ഭാര്യന്റെ ഒക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ച് ഇരിക്കണതിന്റെ ഇടക്ക് വേദന വന്നു, ഒന്ന് ശബ്ദിച്ചു, നിലത്ത് വീണു. ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകേണ്ടി വരാത്ത വിധം മരണം ഉറപ്പായ ഒരു സന്ദർഭം. അദ്ദേഹത്തിന്റെ കുടുംബിനി എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും കടങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മയ്യത്ത് മറവ് ചെയ്യണതിന് മുമ്പ് തന്നെ വീട്ടണം എന്ന് അദ്ദേഹം പഠിപ്പിച്ച പാഠം ശരിയായി നടപ്പിലാക്കി. ചുരുക്കത്തിൽ വലിയ തുകകൾ, വലിയ ബിസിനസ്സുകാർക്ക് പൊതുവെ വലിയ തുകകൾ കടമുണ്ടാവുമല്ലോ. വലിയ തുകകളൊക്കെ വീട്ടി കഴിഞ്ഞപ്പോ അവര് പാപ്പരായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്ന കടങ്ങൾ, അത് സംബന്ധിച്ച് കാര്യമായ ധാരണയൊന്നും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഫോണുണ്ട്, ആ ഫോൺ ലോക്ക്ഡാണ്. ഫോണിന്റെ ലോക്കൊക്കെ തുറന്ന് പരിശോധിച്ചപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹം. ആ ലോക്ക് തുറന്നിട്ടില്ലായിരുന്നെങ്കിൽ അതും കിട്ടൂലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മോളുടെ ഒരു മെസ്സേജ് വ്യക്തിപരമായി സ്വീകരിച്ചു. ചെറിയ കുട്ടിയാണ്. ഈ സംഭവം കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോ ഈ കുട്ടി, എനിക്ക് ഖുറാൻ പഠിക്കണം, ഫ്രീ ആയി ഖുറാൻ പഠിക്കാൻ പറ്റിയ എവിടെയെങ്കിലും ഉണ്ടോ, എന്റെ ഉപ്പാന്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടാണ് എന്നാണ് ഈ കുട്ടിന്റെ ടെക്സ്റ്റ്. അപ്പൊ നമ്മളത് ഒരു ഇമോഷണലായ ഒരു വെഡിങ് ആണല്ലോ. ചെറിയൊരു മോള്, അവള് ഖുറാൻ പഠിക്കാൻ എന്റെ ഉപ്പാന്റെ അടുത്ത് പൈസ അല്ല, പഠിപ്പിക്കാൻ പൈസ അല്ല, ഫ്രീ ആയിട്ട് ഖുറാൻ പഠിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴാണ് പിന്നീട് ഇയാളുടെ മകളാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ കടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇവിടെ പറയുന്നതിന്റെ മുമ്പ് ഈ ഒരു അനുഭവം പങ്കുവെച്ചത്, ഈ അനുഭവത്തിൽ നിന്ന് ഓരോരുത്തർക്ക് അവരുടെ സ്പേസിൽ കുറേ കാര്യം കിട്ടാനുണ്ട്. അയാളുടെ ഭാര്യക്ക് അയാൾക്ക് എത്ര കടമുണ്ടായിരുന്നു എന്നറിയില്ല, അയാൾക്ക് എത്ര കിട്ടാനുണ്ട് എന്നറിയില്ല, അയാളുടെ ഫോണിന്റെ ലോക്ക് അറിയില്ല. അവസാനം മഹാസമ്പന്നനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു സ്വപ്നം. അതെന്താണ്? എന്തെങ്കിലും ഗെയിം ആപ്ലിക്കേഷൻ വാങ്ങണമെന്നോ ഒന്നുമല്ല, ഖുറാൻ പഠിക്കണം. അതവൾ എത്രയോ കാലമായി മനസ്സിൽ വെച്ചെടുക്കുന്ന ഒരു ആഗ്രഹമാണ്. അതിന്റെ പ്രായവും സമയമായപ്പോ അതിന് ഫീസ് കൊടുക്കാനുള്ള, അവൾ ആഗ്രഹിച്ചൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ഫീസുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ പോയി ഫീസ് കൊടുക്കാനുള്ള അവസ്ഥ വരെ ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് സഹോദരന്മാരെ? പടച്ചോൻ നമുക്ക് നിശ്ചയിച്ച വിധി തട്ടിക്കളയാനൊന്നും പറ്റൂല. പക്ഷേ നമ്മളായി എടുക്കേണ്ട കുറെ ശ്രദ്ധകളും കുറെ സൂക്ഷ്മതകളും ഉണ്ടല്ലോ. ആ ശ്രദ്ധകളും സൂക്ഷ്മതകളും ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത്. കാരണം കടവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ലാഘവത്തോടു കൂടെയാണ് നമ്മുടെ ആളുകൾ പൊതുവെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് വലിയ തുക കൊടുക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തി ഞാൻ ജോലി ചെയ്യുന്ന പ്രദേശത്ത് ആയപ്പോ അവരെന്നെ ബന്ധപ്പെട്ടു. ഇങ്ങനെ ഒരു ആളറിയോ, ഒന്ന് ബന്ധപ്പെടുത്തി തരണം. അപ്പൊ ആ വ്യക്തിനെ അന്വേഷിച്ച് മനസ്സിലായപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് കടം വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരാളെ, അങ്ങനെ ഉണ്ടാവും സമൂഹത്തിൽ ചില മനുഷ്യന്മാര്, അങ്ങനത്തെ ഒരാളെ അവർക്ക് ഏർപ്പാടായി കൊടുത്തു. അപ്പൊ കടത്തിന്റെ തുക കേട്ടപ്പോ ഞെട്ടിപ്പോയി. അദ്ദേഹം ഈ കടം വാങ്ങിയ വ്യക്തി, കടം കൊടുത്ത വ്യക്തി ലക്ഷപ്രഭുവാണ്. കടം വാങ്ങിയ വ്യക്തി ആ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാ. ഇയാൾക്ക് മാത്രം വലിയ തുകയൊക്കെ പറഞ്ഞ ആളെ മനസ്സിലാവേണ്ട വിചാരിച്ചിട്ടാണ്. വലിയ തുക, വലിയതെന്ന് പറഞ്ഞാൽ ചെറിയ തുകയൊന്നുമല്ല, ഈ പള്ളിന്റെ പൗതി ഉണ്ടാക്കാൻ പറ്റിയ തുക. അപ്പൊ ഇത് കടം കൊടുക്കുന്നത് ആർക്കാണ്? ഈ കൊടുക്കുന്ന ആളുടെ കഥ എന്താണ്? ഇവൻ ഈ പറഞ്ഞ ബിസിനസിന്റെ കോലെന്താണ്? ഇതൊന്നും ആലോചിക്കണില്ല. ഫ്രോഡ് ബിസിനസ്സുകളിലും അനുബന്ധങ്ങളിലും പെടാത്ത ആളുകൾ വളരെ കുറച്ചാണ്. പൈസ ഇരട്ടിച്ച് കിട്ടും തോന്നിയാല് വേഗം പൈസ കൊണ്ടേറ്റ് അവിടെ ഇവിടെ ഇടുന്ന ഒരു പരിപാടിയാണ്. ലക്ഷങ്ങളുടെ കടം വന്ന് നാട് വിട്ടവർ, ഞാൻ പറയുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ വരുന്ന ആൾക്കാരില്ല, അള്ളാഹു അവരൊക്കെ ആ കടങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും അങ്ങനെ നാട് വിട്ടു എന്ന് കേൾക്കുമ്പോ അയാളെപ്പറ്റി നമ്മളിങ്ങനെ മോശം പറയല്ല വേണ്ടത്, മനസ്സറിഞ്ഞേക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്തൊരു ദിവസം ഒരു പക്ഷേ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുകയില്ല എന്ന് പറയാൻ യാതൊരു നിർവാഹമല്ല. അതാണ് കടത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഖുത്ബയിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഈ അനുഭവങ്ങൾ ഞാൻ പങ്കുവെച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു
എനിക്കതിലുള്ള കുറച്ച് പാഠങ്ങളുണ്ട് അല്ലെ. എനിക്ക് എത്ര കട ഉണ്ട് എന്ന് ഞാൻ മരിച്ചാല് ഒരു കടലാസ് എടുത്തു നോക്കിയാൽ എന്റെ വൈഫിനെ അറിയണം. എന്നിട്ട് ഫോൺ ഡയൽ ചെയ്തിട്ട് പറയാൻ പറ്റണം, ആ കട ഞാൻ ഏറ്റിട്ടുണ്ട്, നിങ്ങൾ മൂപ്പർക്ക് വിട്ടുകൊടുക്കണം കേട്ടോ എന്ന് പറയാൻ പറ്റണം. അങ്ങനെ എന്റെ ഭാര്യക്ക് പറയാൻ പറ്റിയ കടയെ ഞാൻ വാങ്ങാവൂ. അതെങ്ങനെ വീട്ടും എന്ന് അവൾക്ക് അറിയണം. എനിക്കുള്ള കട ഉണ്ടെങ്കിൽ ഞാൻ പറയണം, എന്നടുത്ത് ഇത്ര പൈസ ഉണ്ട്, എന്റെ PF ഇത്ര പൈസ ഉണ്ട്, അത് ഇത് നിർത്തിട്ട് വീട്ടിക്കൊള്ളണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള കാര്യം. മരിക്കാൻ നിൽക്കല്ല വേണ്ടത്, കടം വീട്ടാൻ മരിക്കാൻ നിൽക്കല്ല വേണ്ടതെന്നുള്ള വേറെ വിഷയമാണ്. പക്ഷെ പൊടുന്നനെ മരണം ഉണ്ടായാലാണ് ഞാൻ പറയുന്നത്. അപ്പോ കുറച്ച് ഹദീസുകൾ മാത്രം വായിക്കണം ഞാൻ ചെയ്യണത്. അത് നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് കടത്തെ കൈകാര്യം ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം തുർമുദി ധരിച്ച ഹദീസിൽ കാണാം, അബൂ ഹുറൈറ അതിന്റെ റിപ്പോർട്ടർ, നഫ്സുൽ മുഅ്മിൻ മുഅല്ലഖുൻ ബിദൈനിഹി ഹത്താ യുഖ്ളഅ അൻഹു. ഒറ്റ ഹദീസ് മതി കടം വാങ്ങണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. നഫ്സുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആത്മാവ് എന്ന് പറയുന്നത്, മുഅല്ലഖത്തുൻ ബിദൈനിഹി, അവന്റെ കടവുമായി അതിങ്ങനെ ബന്ധിച്ചു നിൽക്കുകയാണ്, ഹത്താ യുഖ്ളഅ അൻഹു, അത് വീട്ടുന്നത് വരെ. എന്ന് പറഞ്ഞാൽ എനിക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടുന്നത് വരെ എന്റെ ആത്മാവിന് ഞാൻ ചെയ്ത അമലുകളുടെ ഒരു ഗുണവും കിട്ടൂല എന്നാണ്. ഞാൻ ചെയ്ത നമസ്കാരമോ നോമ്പോ സ്വതക്കയോ പുണ്യകർമ്മങ്ങളോ ഒന്നും എന്റെ കടം വീട്ടുന്നത് വരെ എന്റെ ആത്മാവിന് കിട്ടുകയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈ മുസ്ലിം പള്ളികളിൽ നിസ്കാരത്തിന്റെ മുമ്പ് കടം വീട്ടലിന്റെ ഒരു ആഹ്വാനം ഉണ്ടാകലുണ്ട് അല്ലെ. കടം വീട്ടലിന്റെ ഒരു ആഹ്വാനം ഉണ്ടാകലുണ്ട്. അത് സ്ത്രീ മരിച്ചാൽ പള്ളിക്കെന്നല്ല അനൗൺസ് ചെയ്യണ്ടേ. സ്ത്രീ മരിച്ചാൽ പെണ്ണുങ്ങളെ മയ്യത്ത് നിസ്കരിപ്പിക്കണോ വേണ്ടേ എന്ന് സംശയമാണ് നമ്മൾ ആൾക്കാർക്ക്. ഒരു 10 ആള് നിസ്കരിച്ച് അവർക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടിക്കോട്ടെ നല്ല ചില ആളുകൾ ചിന്തിക്കുക. അവിടെ ഇസ്ലാമിലില്ലാത്ത മസലകൾ പറഞ്ഞിട്ട് ഫിത്ന ഉണ്ടാക്കി പിന്നെ അവർക്ക് വേണ്ടി ജനം ഇസ്തിഗ്ഫാർ നടത്തുന്നത് തടയുന്ന ആൾക്കാരുണ്ടല്ലോ, പരലോകത്ത് വെച്ച് കാണും. മരിച്ചു കിടക്കുന്ന മയ്യത്തിന് താല്പര്യമില്ലാത്തതും ആഗ്രഹമില്ലാത്തതും ഇഷ്ടമില്ലാത്തതും ഇസ്ലാമിക വിരുദ്ധമായതും ആചരിച്ചാൽ അത് നാട്ടിൽ ചിലപ്പോൾ വലിയ കമ്മിറ്റിയും ഭയങ്കര കുടുംബവും ഭയങ്കര സംവിധാനവും ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയിരിക്കും. പരലോകം എന്ന് പറഞ്ഞൊരു ദിവസം വരാണ്ട്. കേരളത്തിലെ മഹാപണ്ഡിതൻ, അദ്ദേഹത്തെ നിരന്തരം ചില ആളുകൾ കത്തുകളിലൂടെ മോശമായ വാചകങ്ങൾ എഴുതി അറ്റാക്ക് ചെയ്യുമ്പോ അദ്ദേഹം കൊടുക്കേണ്ട മറുപടിയുണ്ട്, പരലോകത്തിന്റെ പരിപാടി ഉണ്ടാക്കിയ പടച്ചവനെ നിനക്ക് സ്തുതി. എന്ത് രസമുണ്ട് ആ വാചകത്തിൽ. ഒക്കെ തീർന്നു ഇമേ, എല്ലാതും ഇമ തീർന്ന്. അപ്പൊ ഇത് നമ്മൾ കാണേണ്ടതാണ് കേട്ടോ. അത് സ്ത്രീകളോടൊക്കെ പറയണം. ഒരൊറ്റ പ്രസ്താവനല്ല. മയ്യത്തൊക്കെ മറമാടിന്റെ ശേഷം നമ്മളെ ഉമ്മയേറ്റും നമ്മളെ വാപ്പയേറ്റും നമ്മളെ ഭാര്യയേറ്റൊക്കെ നിരന്തരം ബന്ധപ്പെട്ടവരോടൊക്കെ ചോദിക്കണം. നിങ്ങൾ മരിച്ചതുകൊണ്ട് ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വിട്ടെടുത്തോളി, എന്റെ സാഹചര്യവും സന്ദർഭമൊക്കെ. അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കക്ഷിയാണ് ശരിക്കും ഇടപെടേണ്ടത്. ഞാനല്ല ഇടപെടേണ്ടത്. എന്റെ വാപ്പ മരിച്ചാൽ എന്റെ വാപ്പാക്ക് കടണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാനല്ല ഇടപെടേണ്ടത്. മൂന്നാമത്തെ ഒരു കക്ഷി ഇടപെട്ടിട്ട് നിങ്ങൾക്ക് അവന്റെ അവസ്ഥക്ക് അറിയാലോ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ വീട്ടേണ്ടതാണെങ്കിൽ ഓൻ വീട്ടിക്കോളൂ, നിങ്ങളെ ഉണ്ടെങ്കിൽ പറയണം എന്ന് ചോദിക്കുന്ന ഒറ്റ പ്രസ്താവനമ തീരരുത്. പണ്ട് തമാശ പറയലുണ്ട്, വാപ്പ മരിച്ചപ്പോ വാപ്പാന്റെ കടം മകൻ ഇന്നയാള് വീട്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓന്റെ കടം വീട്ടിയാൽ മതി, പിന്നല്ലേ വാപ്പാന്റെ കടം. ഈ നിലവാരത്തിലാണ് പലപ്പോഴും ഉള്ളത്. ഒരൊറ്റ പ്രസ്താവനമേ അത് തീരോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, കടം ഒരു വിശ്വാസിയുടെ പരലോകവുമായി എത്രത്തോളം ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാകാൻ നമുക്ക് മറ്റൊരു ഹദീസ് ഉപകരിക്കും. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാമ ഫീഹിം, ഞങ്ങളുടെ ഇടയിൽ എണീറ്റ് നിന്നു. ഫദക്കറ അനിൽ ജിഹാദി ഫീ സബീലില്ലാഹ്, ഞങ്ങൾക്ക് ജിഹാദിന്റെ മഹത്വങ്ങൾ പറഞ്ഞു തന്നു. വൽ ഈമാനു ബില്ലാഹ് അഫ്ളലുൽ അമാൽ, അങ്ങനെ ഈ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഫഖാമ റജുലുൻ, ഒരു മനുഷ്യൻ എണീറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹി തുഗ്ഫറു അൻ ഖതായായ, നബിയെ ഞാൻ രക്തസാക്ഷിയായി മാറിയാൽ എന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കണേ, നഅം, പൊറുക്കപ്പെടും. ഇൻ ഖുതിൽത ഫീ സബീലില്ലാഹ്, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കുകയാണെങ്കിൽ വഅൻത സ്വാബിറുൻ, നീ ആ ജിഹാദിന്റെ പേരിൽ മരണപ്പെടുന്നതിൽ നിനക്ക് അങ്ങേറ്റത്തെ സ്വബറുണ്ട്. എന്താ, നിനക്ക് വെട്ടുകിട്ടി, നീ മരണത്തിലേക്ക് പോകുമ്പോ ഒരു കൊട്ട സങ്കടങ്ങൾ നെഞ്ചിലേറ്റി, കുട്ടികൾ മക്കൾ അങ്ങനെയുള്ള ഒരുപാട് വേദനകൾ നെഞ്ചിലേറ്റി പിന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല. മറിച്ച് നീ അതിൽ സ്വബറാക്കി. മുഹ്തസിബുൻ, നിനക്ക് പുണ്യപ്രതീക്ഷ വേണം.
നമ്മൾ ശരിക്ക് വിഷയത്തിൽ നിന്ന് മാറി ഞാനൊരു മിനിറ്റ് എടുക്കേണ്ട ഒരു പോയിന്റ് അത് ഏത് യുദ്ധക്കളത്തിൽ ഇസ്ലാമിന് വേണ്ടി പോരാടി മരിക്കണ ഒരു മനുഷ്യന്റെ കാര്യത്തിൽ പോലും പറഞ്ഞ കാര്യമാണ് മുഹ്തസിബാകണം. മുഹ്തസിബാകണം. നമ്മൾ ഏത് അമൽ ചെയ്യുമ്പോഴും അതിന്റെ പുണ്യം വിചാരിച്ചാലേ കിട്ടുള്ളൂ, ഇല്ലേ കിട്ടൂല. നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരാൾ റെസിപ്റ്റ് ടൂപ്പിൽ 5 ഉറുപ്പ്യ എഴുതി കൊടുക്കണം, അതിന് പുണ്യം കിട്ടണേ നമുക്ക് ഇഹ്തിസാബ് വേണം, മുഹ്തസിബാകണം. അല്ലേ? ഒരു വിപ്ലവാവേശത്തിൽ നിന്നുണ്ടാകുന്ന മരണങ്ങൾ അത് ആലോചിക്കണം. ഒരാളും രക്തസാക്ഷിയാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. രക്തസാക്ഷിയാകട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റും. ആരെ പറ്റി? രക്തസാക്ഷിയാണെന്ന് പറയാൻ, ഒരാൾ സ്വർഗത്തിലാണുള്ള രക്തസാക്ഷിയാണെന്ന് പറയാൻ ഇസ്ലാമികമായി നമുക്ക് വകുപ്പില്ല. കാരണം എന്താ? രക്തസാക്ഷിയാണെന്ന് ജനം വിചാരിച്ച് ചില ആളുകളെ പടച്ചോൻ പരലോകത്ത് പുനരുദ്ധരിക്കുമ്പോ എന്താ, നീ വലിയ ജിഹാദ് ചെയ്ത ആളാണെന്ന് പേരെടുക്കാൻ വേണ്ടിയല്ലേ നീ ജിഹാദ് ചെയ്തതെന്ന് ചോദിക്കുക എന്നാണ്. അപ്പോ മുഹ്തസിബ്, ഇഹ്തിസാബ് ഭയങ്കര പ്രധാന. മുഖ്ബിലുൻ ഗൈറ മുദ്ബിർ, നീ പിന്തിരിഞ്ഞോടാത്തവനായി മരിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുകൂടി പറയാണ്, ഇല്ലദ്ദൈൻ, നിന്റെ പാപത്തിൽ നിന്ന് കടമല്ലാത്തതൊക്കെ പടച്ചോൻ പുറത്തു കൊടുക്കൂ. ഫഇന്ന ജിബ്രീല ഖാല ലീ ദാക്, എന്നോട് ജിബ്രീൽ അങ്ങനെയാണ് പറഞ്ഞത്. ഒരു രക്തസാക്ഷിക്ക് പോലും പടച്ച റബ്ബ് കടത്തിന്റെ കാര്യത്തിൽ അഫ്വ് കൊടുക്കുന്നില്ല. അല്ലാത്ത പാപങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നൽ ഹസനാത്ത് തുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് വ്യക്തികളെടുത്തുനിന്ന് അതിൽ റിലീഫ് വാങ്ങിയാൽ, അതിൽ നിന്ന് അഫ്വ് വാങ്ങിയാൽ, പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ വീടുള്ളൂ. അല്ലാത്തത് അത് പാപമായി തന്നെ ഇവിടെ കിടക്കൂ. കടമാണെങ്കിലോ കടം വീട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ്. ഇനി ഇതിന്റെ ഗൗരവം ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഫറഫഅ റഅ്സഹു ഇല സമാ, അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് ഇങ്ങനെ തല ഉയർത്തി. സുമ്മ വല്ലഅ റാഹതഹു അലാ ജബഹതിഹി സുമ്മ ഖാൽ, പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നെറ്റിയില് കൈ അമർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പ്രവാചകൻ ഇങ്ങനെ അത്ഭുതം കൂറുകയാണ്. അപ്പൊ വഹി വരുമ്പോ വഹിയുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങൾ ഉണ്ടാകും. പ്രവാചകന്റെ മുഖം ചുമന്ന് തുടുക്കും, നെറ്റി ഇങ്ങനെ വിയർക്കും. പ്രവാചകനിൽ ആ വഹീന്റെ ഭാരം ഞങ്ങൾ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയത് കാണാം. അപ്പോ സ്വഹാബത്ത് ആരോ ചോദിച്ചു, മാതാ നുസ്സില മിന തസ്ദീദ്, എന്തോ ഒരു കാര്യം, ഗൗരവമുള്ള ഒരു കാര്യം നബിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫസക്കത്നാ വഫസിഅനാ, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയി അവിടെ. ആരും ഒന്നും മിണ്ടണില്ല. പിന്നെ പ്രവാചകൻ ഇങ്ങനെ ഇരിക്കണോടത്തുനിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി സുബ്ഹാനല്ലാഹ് പറഞ്ഞ് പ്രവാചകന്റെ മുഖം മാറിയത് കണ്ടപ്പോ ഞങ്ങൾ അങ്ങോട്ട് സ്വകാര്യം പറഞ്ഞു, എന്തോ ഗൗരവമുള്ള ഒരു കാര്യം പ്രവാചകന് വഹി വന്നിട്ടുണ്ട്. പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയാണ് അവിടെ. ഫഫസിഅനാ, ഞങ്ങൾ ഭയന്നു. അപ്പോഴോ ഫലമ്മാ കാന മിനൽ ഗദ്, പിന്നെ പ്രവാചകൻ ആ മസ്അലന്റെ ഭാരം താങ്ങാൻ കഴിയാതെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ അടുത്ത രാവിലെ പ്രവാചകൻ വന്നപ്പോ രംഗങ്ങളൊക്കെ ഒന്ന് മാറിയപ്പോ, യാ റസൂലല്ലാഹ് മാ ഹാദാ തശ്ദീദു ലദി നുസ്സിൽ, ഇന്നലെ നിങ്ങൾക്ക് വന്ന ആ ഗൗരവമുള്ള കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയാ, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. ലൗ അന്ന റജുലൻ ഖുത്തില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു, സുമ്മ ഉഹിയ, പിന്നെ അയാളെ അള്ളാഹു ജീവിപ്പിച്ചു, സുമ്മ ഖുത്തില, പിന്നെയും അടർക്കളത്തിൽ പോയി അവൻ പോരാടി, സുമ്മ ഉഹിയ, അങ്ങനെ അവൻ മരണപ്പെട്ടു, പിന്നെയും അവനെ പുനർജീവിപ്പിച്ചു, സുമ്മ ഖുത്തില, പിന്നെയും അയാൾ അടർക്കളത്തിൽ പോയി ഇസ്ലാമിന് വേണ്ടി പോരാടി, സുമ്മ ഉഹിയ, പിന്നെയും അവനെ പുനരുജ്ജീവിപ്പിച്ചു, പിന്നെയും അടരാടി, പിന്നെയും പുനരുജ്ജീവിപ്പിച്ചു എന്ന് 2-3 തവണ പറഞ്ഞിട്ട് പ്രവാചകൻ നിർത്തിയിട്ട് പറയാം, വഅലൈഹി ദൈനുൻ, അവന് കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ യുഖ്ളാ അൻഹു ദൈനഹു, അവന്റെ കടം വീട്ടുന്നത് വരെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരാൾക്ക് കിട്ടുന്ന മഹത്വങ്ങൾ, 10-22 കാര്യങ്ങൾ രക്തസാക്ഷിക്ക് കിട്ടുന്ന മഹത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതടക്കം ഒന്നും കിട്ടൂല എന്നാണ്. അതുകൊണ്ട് കടം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അതാ നമ്മൾ പറഞ്ഞത്. കടം, നമ്മള് എത്തീങ്കാനക്ക് 50 ഏക്കർ ഭൂമി കൊടുത്ത ആളായിരിക്കും, നമ്മള് 100 കണക്കിന് പിന്നെ വിധവകളെ സംരക്ഷിക്കുന്ന ഒരാളായിരിക്കും, നമ്മളായിരിക്കും നമ്മളെ പെങ്ങളെയും ബാക്കിയുള്ളവരൊക്കെ നോക്കിയത്. പക്ഷെ കടമുണ്ടെങ്കിൽ കടം തന്നെയാണ്.
കടമുണ്ടെങ്കിൽ കടം തന്നെയാണ്. അത് കോടികളുടെ കടം എന്നൊക്കെ പറയുമ്പോൾ വെറും കോടികളുടേത് മാത്രമേ ഓർമ്മിക്ക് വരുള്ളൂ. കാരണം ഇപ്പത്തെ ട്രെൻഡ് അതാണ്. കടണ്ടോ ലക്ഷങ്ങളും കോടികളുമാണ് കടം. കാരണം ഒരു അന്തവും കുന്തവും വിവരമില്ലാത്ത ഒരു ഏരിക്കണ്ട് ഇറങ്ങും അല്ലെ. ഇപ്പോ ജംഗിളി റമ്മി പോലെയുള്ള ചില ഓൺലൈൻ ഗെയിമുകളുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ ഖുത്ബ കഴിഞ്ഞപ്പോ എന്നെ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു ഡോക്ടർ, ഒരു ഹോമിയോ ഡോക്ടർ വിളിച്ചു. ഞാൻ അങ്ങനെ തന്നെ പറയണത് എന്തിനാ അറിയോ? അദ്ദേഹത്തിന്റെ ബ്രദറ് ഈ ഖുത്ബ കേൾക്കണം, അദ്ദേഹം അയച്ചു കൊടുക്കുമ്പോ കേൾക്കണം. അതിന് തന്നെയാണ് അങ്ങനെ തന്നെ ആളെ മനസ്സിലായിക്കോട്ടെ, ആ രണ്ട് വ്യക്തികൾക്ക് ആളെ മനസ്സിലായിക്കോട്ടെ എഴുതിട്ടാ പറയണേ. അനിയൻ 10 ലക്ഷത്തിന്റെ കടാണ് വന്നത്. 2 ജ്യേഷ്ഠന്മാരും കൂടി വീട്ടി 10 ലക്ഷത്തിന്റെ കടം. അയാൾ എന്നോട് പറഞ്ഞ എന്താ അറിയോ? നമുക്കിപ്പോ വീട്ടാൻ കഴിയുമല്ലോ. ഉമ്മ ചോദിക്കുന്നുണ്ട്, ഇവന് കോടികളുടെ കടവും വന്നാൽ നമ്മൾ എന്താ കാട്ടുക? എന്താ സംഭവം? ഓൺലൈനിലുള്ള പല ജാതി സാധനങ്ങളാണ്. ഇത് മാർക്കറ്റ് ചെയ്യണ സിസ്റ്റം എന്തൊരു സംഭവം അറിയോ? ഈ ജംഗിളി റമ്മി എന്ന് പറയുന്ന സാധനത്തിന്റെ ആഡ് ഞാൻ യൂട്യൂബ് തുറന്ന എനിക്ക് വരും. എന്റെ കാരണം ഞാൻ ഈ സാധനം എന്താന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പ്രസന്റേഷന് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നുണ്ട്. വിശദമായി ആ വിഷയം ഒന്ന് പൊളിച്ചെടുക്കുന്ന ഒരു പ്രസന്റേഷൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് റിസർച്ച് ചെയ്തിരുന്നു. എനിക്ക് അതിന്റെ എല്ലാ സജഷൻസും വരും. അതിന്റെ ആഡുകൾ എങ്ങനെയാണ്? മോനിങ്ങനെ കളിച്ചിരിക്കുക, സുപ്പി എന്ന് എന്തൊക്കെ പേരുള്ള പുതിയ കുറെ സാധനം ഇപ്പൊ ഇങ്ങനെ കാണുന്നുണ്ട്. അതിമ്പോ തൊട്ടോക്കിയിട്ടില്ല, തൊട്ടാ ഞാൻ അതിൻ്റെ അടുത്ത് വരിക. മനസ്സിലായില്ലേ? എന്താണ്? ചെറിയ പൈസ എടുത്തിട്ട് ഭയങ്കര ഒരു മോൻ ഇങ്ങനെ നോക്കുമ്പോ അമ്മ ഇങ്ങനെ വന്നിട്ട്, എന്റെ ഓഡിയോ മാത്രം കേൾക്കുന്ന ആളുകൾക്ക് എന്റെ ആക്ഷൻ കിട്ടൂല, കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കണ്. അപ്പോ അമ്മനോട് പറയും ഇപ്പൊ കിട്ടും അമ്മ എന്നുള്ള ആൾക്കാണ് ഇങ്ങനെ ഓരോന്ന്. പിന്നെ ഒരു ഓട്ടോ ഡ്രൈവർ ഓട്ടോറിക്ഷന്റെ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര പൈസ കിട്ടി. ഒരു ഇങ്ങനെ സമൂഹത്തിലെ എല്ലാ ആളുകളെയും സ്പർശിക്കുന്ന സാധനം. ഇതിൽ വൺ ടൈം നിങ്ങൾ കളിച്ചാലുള്ള പ്രശ്നം എന്താ അറിയോ? ഇതിന്റെയൊക്കെ കൃത്യമായ അൽഗോരിതങ്ങളും ഇതിന്റെയൊക്കെ കൃത്യമായ റോബോട്ടിക്സും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒരു 25,000 പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് തോന്നും ഇതാൻ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത 25,000 മണി കിട്ടുമെന്ന്. അപ്പൊ നിങ്ങൾ അടുത്ത കെണിയില പോയി കൊടുങ്ങുക. പിന്നെ എത്ര കോടി ആളുകൾ കളിക്കുന്ന കളിയാണ്. എത്രയോ അനുഭവങ്ങൾ വ്യക്തിപരമായി എനിക്കുണ്ട്. ഇതാ ഞാൻ ഇത് ഈ ഖുത്ബ പറഞ്ഞില്ലേ, ഇത് ഈ ഖുത്ബ കേട്ടാൽ വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അടുത്ത ആഴ്ച ഞാൻ പറയുന്നുണ്ട്. എനിക്കറിയണ ഒരു സഹോദരി, അവരുടെ ഭർത്താവ് അത്രയും സംശുദ്ധനായി ജീവിച്ച ഒരാളാണ്. ഉമ്മാക്കും ഉപ്പാക്കും അവരുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു വീട് വെച്ചു കൊടുത്തു. പല കാര്യങ്ങളും ചെയ്ത ഒരാള്. അവസാനം കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു കെണിയിൽ കുടുങ്ങി. ആരും അറിഞ്ഞില്ല. അവസാനം വാപ്പാന്റെയും ഉമ്മയും താമസിക്കുന്ന വീട് മുപ്പര് വിറ്റു. മരുമ ഉണ്ടാക്കി തന്ന വീടല്ലേ, പാവം കുട്ടി എന്തെങ്കിലും കെണിയിൽ കുടുങ്ങിയിട്ടുണ്ടാവും. ഒരു വിയോജിപ്പില്ലാതെ അവരത് വിട്ടുകൊടുത്തു. അവസാനം ഈ സഹോദരിയുടെ എല്ലാം വിറ്റ് അവരുടെ ഒരു കമ്മലടക്കം വിറ്റു. അവസാനം കാതറ്റത്ത് വാപ്പ കൊടുത്തതിലാകെ ബാക്കിയുണ്ടായിരുന്ന വാപ്പയുടെ ഓർമ്മകളിൽ ജീവിക്കാൻ അവർക്ക് എപ്പോഴും പ്രേരണയായിരുന്ന ഒരു കമ്മലടക്കം കൊടുത്തു. അള്ളാഹു ആ കുടുംബങ്ങളെ അവരുടെ ഹൈറിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. പല രീതിയിൽ നമ്മൾ നോക്കി. അവരിപ്പോ തനിച്ച് താമസിക്കുകയാണ്. ഭർത്താവിനൊരു യാതൊരു ബന്ധം അവർക്കില്ല. നമുക്ക് തോന്നൂല, നമ്മൾ വിചാരിക്കുന്നത് ക്യാൻസറും കിഡ്നി പോകലൊക്കെയാണ് വലിയ പ്രശ്നം എന്നാണ്. അല്ല സഹോദരന്മാരെ, ഈ ജാതി ചില ചതികളുണ്ട്. നമുക്ക് അഡിക്ഷൻ എന്ന് പറയുമ്പോ ആകെ എന്താണ്? ഇവിടെ നമ്മൾ അങ്ങോട്ട് കളപ്പുറമ്പ് പോണ റോട്ടിലുള്ള മദ്യഷാപ്പ് മാത്രമാണ് നമുക്ക് അഡിക്ഷൻ അല്ലേ? അതിലേറെ വലിയ അഡിക്ഷനുകൾ ഇവിടെ ഉണ്ട്. നോക്കൂ നിങ്ങൾ, ഏത് അഡിക്ഷനുകളെ അതിജീവിക്കാം. നമ്മളെ സ്വഫിലിരിക്കുന്ന സഹോദരന്മാരില്ലേ, അള്ളാഹു അവരെ ആ പരീക്ഷണത്തിലേക്ക് ഇനി തിരിച്ച് വിടാതിരിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ കുടുംബങ്ങളിൽ ഹൈറും ബർക്കത്തും കൊടുക്കുമാറാകട്ടെ. വലിച്ചെറിഞ്ഞു പോന്നു. സ്വഫിലിരുന്നിപ്പോ കേൾക്കുന്നുണ്ട്. ഞാൻ ആ സഹോദരന് വേണ്ടി ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അത് പറയണെന്തിനറിയോ? ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒരു പ്രശ്നമല്ല. ഈ തത്വങ്ങൾ ഉള്ളിലേക്ക് എടുക്കണം. നോക്കൂ നിങ്ങൾ, കോടികളുടെ കടം മാത്രമേ നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. എന്നാ നിങ്ങൾ കേട്ടോ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, തൂഫിയ റജുലുൻ, ഞങ്ങളെ കൂട്ടത്തിലെ ഒരു സ്വഹാബി മരിച്ചു. ഫഗസ്സൽനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു. വകഫന്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ കഫൻ പുടവ അണിയിച്ചു. സുമാതൈന ബിഹിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അലൈഹി, പ്രവാചകൻ അയാൾക്ക് വേണ്ടി നിസ്കരിക്കാൻ ഞങ്ങൾ പള്ളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഫഖത്ത ഖത്തൻ സുമ്മ ഖാൽ, നബി ഇങ്ങനെ മണ്ണിലൊരു വരങ്ങനെ വരച്ചു. എന്തോ ആലോചിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുമല്ലോ, ഒരു വരങ്ങനെ വരച്ചിട്ട് വെച്ചു. ഹൽ അലൈഹി ദൈൻ, അയാളുടെ പേരിൽ കടണ്ടോ? കൊല്ല, ഞങ്ങൾ പറഞ്ഞു നഅം, അതെ. എത്ര? ദീനാറാൻ, 2 ദീനാറുണ്ട് നബിയെ. സല്ലു അലാ സ്വാഹിബിക്കും. മിഹ്റാബിൽ നിന്ന് പ്രവാചകൻ സൊഫ് കണ്ടിറങ്ങി നിന്നിട്ട് പറഞ്ഞു, നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കും. കടള്ള ആൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ എനിക്ക് പറ്റൂല.
നബിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത കാലത്ത് നബി ചെയ്തത് അതാണ്. ബാക്കിക്ക് ഇറങ്ങി നിന്നു, എന്നിട്ട് നല്ലോണം ഇസ്തിഗ്ഫാർ നടത്തി കൊടുത്തു, എന്നിട്ട് ബാക്കിയുള്ളവരോട് പ്രേരിപ്പിച്ചു അയാളെ കടം വീട്ടാൻ. നബിന്റെ അടുത്ത് ബൈത്തുൽ മാലിൽ കിസറുടെയും കൈസറിന്റെയും ഒക്കെ സിംഹാസനങ്ങൾ ഇരിക്കുന്ന നാട് പോലത്തെ നാടുകളിൽ നിന്ന് സമ്പാദ്യം വന്നപ്പോ ബൈത്തുൽ മാല് വെച്ചിട്ട് വീട്ടു. ഇനി നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്, അയാൾക്ക് 2 ദിനാറാണ് കടന്നുള്ളത് അദ്ദേഹത്തിന്റെ ചുറ്റുള്ളവർക്കൊക്കെ അറിയാം. കാരണം കടം അവർക്ക് അറിയായിരുന്നു, അതുകൊണ്ട് അവരത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരുന്നു, അല്ലേ? ഇനി തീരുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല അബൂ ഖതാദ യാ റസൂലല്ലാഹ് ദൈനുഹു അലയ്യ. അപ്പോ തന്റെ ഈ സുഹൃത്തിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിസ്കരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഈ സ്വഹാബിയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അബൂ ഖതാദ പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിസ്കരിച്ചോളാം, അദ്ദേഹത്തിന്റെ കടം ഞാൻ വീട്ടിക്കോളാം, അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ കടല്ല, ഞാൻ ഏറ്റു നബിയെ, ഞാൻ ഏറ്റു നബിയെ എന്ന് പറയാണ്. അപ്പൊ പ്രവാചകൻ എന്ത് ചെയ്തു? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. അബൂ ഖതാദ അങ്ങനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമാ അലൈക ഹഖ്ഖുൻ വബരി അൽ മയ്യിത്തു. അത് നിന്റെ മേലുള്ള ബാധ്യതയാണ്, മയ്യിത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഫസല്ല അലൈഹി, അങ്ങനെ പ്രവാചകൻ നിസ്കരിച്ചു. സുമ്മ ലഖിയ ഫിൽ ഗദ്, ഇനി കേട്ടോളി, സുമ്മ ലഖിയ ഫിൽ ഗദ്, രാവിലെ പ്രവാചകൻ അദ്ദേഹത്തെ പള്ളിയിൽ വെച്ച് കാണുമ്പോ മാ ഫഅല ദീനാറാൻ, നീ ആ 2 ദീനാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോഴോ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ മാത അംസി, ഇന്നലല്ലേ അയാൾ മരിച്ചിട്ടുള്ളൂ. സുമ്മ ലഖിയഹു മിനൽ ഗദ്, അടുത്ത ദിവസം കണ്ടപ്പോ പിന്നെയും ചോദിച്ചു, മാ ഫഅല ദീനാറാൻ, ആ 2 ദീനാറുകൾ നീ എന്ത് ചെയ്തു എന്ന്. യാ റസൂലല്ലാഹ് ഖദ് ഖലൈതുഹുമാ, നബിയെ, ഞാനത് വീട്ടിയിരിക്കുന്നു. അപ്പോ പ്രവാചകൻ പറഞ്ഞു, അൽ ആന ബറത്ത ജൽദതഹു, ഇപ്പൊ നീ അവന്റെ ചർമ്മത്തെ സംരക്ഷിച്ചിരിക്കുന്നു നരകത്തിൽ നിന്ന്, അവന്റെ നരകത്തിൽ നിന്ന് അവന്റെ ചർമ്മത്തെ നീ സംരക്ഷിച്ചിരിക്കുന്നു. 2 ദീനാറിന്റെ കാര്യമാണിത്, മനസ്സിലായില്ലേ? 2 ദീനാറിന്റെ കാര്യമാണിത്. ഇനി മാത്രല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജല അല്ലാഹു ലിസ്വാഹിബിഹി അൽഉഖൂബത ഫിദ് ദുനിയ മഅ മൻ യുദ്ഖിറുഹു ലഹു ഫിൽ ആഖിറ മിസ്ലുൽ ബഗി വഖതിഅത്തിർ റഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പലപ്പോഴും ഈ കടങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? പല ജാതി അതിക്രമങ്ങളിലേക്ക് നമ്മൾ എത്തും, പല ജാതി കുടുംബ വിച്ഛേദങ്ങളിലേക്ക് നമ്മൾ എത്തും. 2 കാര്യങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് ശിക്ഷയുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് കുടുംബ ബന്ധം മുറിക്കലാണ്, രണ്ടാമത്തത് അതിക്രമങ്ങളാണ്. കടം ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുത്ത് നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജ്യേഷ്ഠനും തമ്മിൽ തെറ്റും, അല്ലെ? വാപ്പി മോനും തമ്മിൽ തെറ്റും, പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ കടത്തിന് അവസാനം ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കടം വാങ്ങുമ്പോ വീട്ടാൻ കഴിയുന്നതേ വാങ്ങാവൂ, എന്തെങ്കിലും റിസോഴ്സ് ഇല്ലാത്തത് നമ്മൾ വാങ്ങരുത്. 2 കടം അത്യാവശ്യത്തിന് വാങ്ങേണ്ടതാണ്. ഞാൻ എന്റെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, കല്യാണത്തിന്റെ പേരിലുള്ള ധൂർത്തുകൾ, വീട് നിർമ്മാണത്തിന്റെ പേരിലുള്ള ധൂർത്തുകൾ. നമുക്ക് പലപ്പോഴും സ്റ്റാറ്റസ് ഭയങ്കര പ്രശ്നമാണ്, അല്ലേ? എനിക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലേ? അള്ളാന്റെ അടുത്ത് ഇപ്പൊ എന്റെ സ്റ്റാറ്റസ് എന്താ? അവൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അള്ളാന്റെ അടുത്തുണ്ട് സ്റ്റാറ്റസ്. കുറച്ച് വാക്കുകൾ ഞാൻ പറയാം. അൽ മുഅ്മിൻ, അൽ മുഹ്സിൻ, അൽ മുഖ്ലിസ്, അൽ മുത്തഖി, അല്ലേ? അൽ കാഫിർ, അൽ ഫാജിർ, അൽ മുനാഫിഖ്, ഇതൊക്കെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് ആണ്. വിശ്വാസികളിൽ തന്നെ വ്യത്യസ്ത കാറ്റഗറി ഉണ്ട്. മുസ്ലിമിനെക്കാളും വലുതാണ് മൂമിൻ, മൂമിനെക്കാളും വലുതാണ് മുഹ്സിൻ. നമ്മൾ എവിടെ നിൽക്കണേ? ശ്വാസം നിലച്ചാൽ അടുത്ത നിമിഷം ആരംഭിക്കേണ്ട ഒരു ജീവിതമുണ്ട്. നമ്മൾ പോകുമ്പോ നമ്മളൊന്ന് കണ്ണിമ്പിയ മതി. ഒന്ന് കണ്ണിമ്മിയാൽ നമ്മളും അപ്പുറത്തെ വണ്ടിയിലെ 3 ആളും ഒന്നിച്ചാ പോവുക. എന്തെല്ലാം ദുരന്തങ്ങളും കാര്യങ്ങളും നമ്മുടെ മുന്നിലൂടെ പോകുന്നുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവർ ദുന്യാവിനാണ് പ്രാമുഖ്യം നൽകുന്നത്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, പരലോകമാണ് എന്നേക്കും ബാക്കിയാകുന്നത്. ഓലെന്ത് വിചാരിക്കും, ഇവലെന്ത് വിചാരിക്കും, മറ്റോലെന്ത് ചിന്തിക്കും, ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്വാസം നിലക്കുന്നത് വരെ മാത്രമേ ചിന്തിക്കുള്ളൂ. പിന്നെ ഒരു ജീവിതം ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ആ ജീവിതത്തിലേക്ക് എന്ത് നീക്കിവെപ്പും ബാക്കി ഇരിപ്പും നമ്മളെടുത്തുണ്ട് എന്നത് നമ്മൾ സഹോദരന്മാരെ കുറച്ചൊരു ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത് 2-3 കാര്യങ്ങൾ കൂടി ഞാൻ വേഗത്തിൽ പറയാം. വീട്ടാൻ വിചാരിച്ച കടാണെങ്കിൽ പടച്ചോൻ അത് വേഗം വീട്ടാൻ സഹായിക്കുന്നതാണ്. മൻ ഇസ്തദാന ദൈനൻ യൻവി ഖലാഅഹു, ഒരാൾ കടം വാങ്ങുമ്പോ
അയാൾ അത് വീട്ടാൻ വിചാരിക്കുകയാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു യൗമൽ ഖിയാമ, അവനിവിടെ ഭൂമിയിൽ അത് വീട്ടാൻ കഴിയാതെ പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിയതായിട്ട് അവിടെ പരിഗണിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരാള് അത് പടച്ചോം വീട്ടിയതായിട്ട് പരിഗണിക്കും എന്ന് വിചാരിക്കണാണോ? അതോ വീട്ടൂല. അതത്ര നൊമ്പരങ്ങളും പെയിനും അയാൾക്ക് അതിലുണ്ടാകും. ഏത് പാപത്തിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ഒരു പ്രത്യേക പരിധി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഹയാന്റെ ഒരു സാധനം കേടും, പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കും, ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടുകൊടുക്കും, ഒക്കെ ലക്ഷങ്ങളെ പരിപാടിയായിരിക്കും. ഒന്ന് നോട്ടെടുത്തിട്ട് മര്യാദയ്ക്ക് എണ്ണാൻ പറ്റാത്തവനാണ് എന്ത് ചെയ്യണം? ഭയങ്കര കടം, ലക്ഷങ്ങളെ കടം വാങ്ങണം, പലരിടത്തുനിന്നും പൈസ വാങ്ങണേ. പലപ്പോഴും എന്താ അറിയോ? മുണ്ട് മടക്കി കുത്തി കൈ കയറ്റി വെച്ച അവിടെ എല്ലാവർക്കും ഉണ്ട് പണിയില്ലാത്തൊരു പ്രശ്നം അവിടെ അല്ല അല്ലെ? ഗവൺമെന്റുകൾ തൊഴിലുണ്ടാക്കേണ്ടത് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തമാണ്. അതവർ ചെയ്യണില്ല എന്നുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിനൊന്നും അഡ്രസ് ചെയ്യാതെ പോണില്ല, ഗുരുതര വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഉള്ള തൊഴിലുകൾ പലതും വൃത്തിക്ക് ആളുകൾ എടുക്കണില്ല, സന്നദ്ധരല്ല. ഷർട്ട് മുഷിയാത്ത, അതിന് പഠിക്കണ കാലത്ത് പഠിക്കണം, ചെയ്യേണ്ട കാലത്ത് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കിട്ടുള്ളൂ. ഇനി ഒരുത്തൻ ഒന്നിന് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് കിട്ടുന്നത് വരെ എങ്ങനെ നടക്കല? ഒരു ജോലിയിൽ നിൽക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോ കടം വീട്ടുക എന്നുള്ളത് പ്രധാനമാണ്. ഇനി കടമായി പലപ്പോഴും നമ്മൾ പരിഗണിക്കാത്തൊരു മേഖല കൂടിയുണ്ട്, അതുകൂടി ഇവിടെ അഡ്രസ് ചെയ്യേണ്ടതാണ്. നമ്മളൊരാൾ തൊഴിലിന് വിളിച്ചു, ആ തൊഴിലിനുള്ളൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാകും. ആ മാർക്കറ്റ് വാല്യൂ നമുക്ക് ചിലപ്പോൾ തോന്നൂല, അതിന് പത്രമൊക്കെ കൊടുക്കണോ? ലോകത്ത് ഇതേപോലെ ഇത്തരം ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങളും കർഷകർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളും ലോകത്ത് ശക്തമായി പോരടിച്ച സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പോലും പറയാൻ കഴിയാത്ത വാചകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താ? അഅ്തുൽ അജീർ അജ്റഹു. ഒരു തൊഴിലിന് കൂലിക്ക് വിളിച്ച തൊഴിലാളിക്ക് നീ അവന്റെ എമൗണ്ട് കൊടുക്കണം. ഖബ്ല അൻ യജിഫ അറഖഹു. അവന്റെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മാത്രല്ല യൗമൽ ഖിയാമ, മൂന്നാളോട് ഞാൻ ശക്തമായി വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യും. റജുലുൻ അതാബി ثم أعطي بي ثم غدر ورجل باع حرا فأكل ثمنه ورجل استأجر أجيرا فاستوفى منه ولم يعطي أجره. മൂന്നാമത്തിന്റെ മാത്രം കാര്യം പറയാം. എന്താ? ഒരാളെ തൊഴിലിന് വിളിച്ചു, വേതനം പൂർണ്ണമായി കൊടുത്തില്ല. ആ വേതനം പറഞ്ഞുറപ്പിച്ചിട്ട് പണിക്ക് നിന്നാ മതി അല്ലെ? വേതനം പൂർണ്ണമായി പറഞ്ഞുറപ്പിച്ചിട്ട് പണിക്ക് നിന്നാ മതി, അതുകൊണ്ട് അതിൽ പ്രശ്നമല്ല. ഇനി സുഹൃത്തുക്കളെ, ഇതിൽ നിന്ന് മുക്തമാകാനുള്ള, കടത്തിൽ നിന്ന് മുക്തമാകാനുള്ള ധാരാളം പ്രാർത്ഥനകളടക്കം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം പ്രാർത്ഥനകൾ പഠിച്ച് കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പ്രവാചകൻ കടവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസം വൽ മഗ്റം. അല്ലാഹുവേ, ഞാന് എല്ലാത്തരം പാപങ്ങളിൽ നിന്നും എല്ലാത്തരം നിഷിദ്ധങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ നിന്നോട് പശ്ചാത്താപം തേടുന്നു, രക്ഷ ചോദിക്കുന്നു. അതേപോലെ കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അപ്പോ മാ അക്സറു മാ തസ്തഈദു മിനൽ മഗ്റം. നബിയെ, അങ്ങ് ഇത്ര കടത്തിൽ നിന്ന് ഇത്രയധികം രക്ഷ തേടാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന റജുല ഇദാ ഗരിമ. ഒരു മനുഷ്യൻ കടത്തിൽപ്പെട്ടാൽ ഹദ്ദസ ഫകദബ. പിന്നെ അവൻ കളവേ പറയുള്ളൂ. എനിക്ക് 10-ാം തീയതി തരാം, 20-ാം തീയതി തരാം, ഒരു പൈസ കിട്ടാണ്ട്, ഒരു പൈസ കൊടുക്കാണ്ട്, ഇങ്ങനെ കളവേ അവൻ പറയുള്ളൂ. വഅദ ഫഅഖ്ലഫ. വാക്ക് പറയും, അത് ലംഘിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇസ്തിആദത്ത് നടത്തിയ, ശരണപ്രാർത്ഥന നടത്തിയ, രക്ഷ തേടിയ കാര്യമാണ് കടം. നമ്മൾ ആയുസ്സിൽ എത്ര തവണ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅസമി വൽ മഗ്റമി എന്ന് എത്ര വട്ടം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടും പടച്ചോൻ കടത്തിലൊന്നും പെടുത്താതെ കൊണ്ടുപോണീന് എത്ര വട്ടം അൽഹംദുലില്ലാഹ് പറയണം. ഇനി അവിടെ തീരുന്നില്ല, കുറെ അധികം ദുആകളുണ്ട്. എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്വഹാബി, അദ്ദേഹം അടിമയായിരുന്നു. അദ്ദേഹം അടിമത്ത മോചനത്തിന്റെ കരാർ എഴുതി. അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് ഈ ശനിയാഴ്ച, നാളെ രാത്രിയിൽ ഒരു ഓപ്പൺ ഡിബേറ്റ് ഉണ്ട്. യുക്തിവാദികളുമായി ബന്ധപ്പെട്ട് യുക്തിവാദികൾക്ക് തുറന്ന ചോദ്യത്തിന് അവസരം കൊടുക്കുകയാണ്. തുറന്ന ചോദ്യത്തിന് അവസരം കൊടുക്കുന്ന പരിപാടി കണ്ണൂരിൽ നടക്കുന്നുണ്ട്. പ്രൊഫേസ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുത്ബയിൽ പറഞ്ഞിരുന്നു. ആ പരിപാടിയുടെ 1-ാമത്തെ ദിവസം യുക്തിവാദികൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്.
സ്വാഭാവികമായിട്ട് അവിടെ അവർ ചോദിക്കാൻ പോണൊരു ചോദ്യം ഇതായിരിക്കും. സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലായതനുസരിച്ച് മറുപടി നിങ്ങൾ കേൾക്കണമെന്ന് പ്രത്യേകം പറയാണ്. അപ്പൊ ഒരു വ്യക്തി അദ്ദേഹം ഒരു കരാർ എഴുതിയിരുന്നു. ആ കരാർ പത്രപ്രകാരം സംഖ്യ കൊടുക്കേണ്ട സമയമായപ്പോ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അത് അജസ്തു അൻ കിതാബത്തി ഫഇന്നി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബി അലി റളിയല്ലാഹുവിന്റെ അടുത്ത് എന്നിട്ട് പറയണേ, എന്നെ സഹായിക്കണം, എനിക്ക് ആ പൈസ കൊടുത്തു വീട്ടാൻ പറ്റുന്നില്ല. അപ്പോ അദ്ദേഹം തിരിച്ചു പറയാം, അല ഉഅല്ലിമക കലിമാത്തിൻ, ഞാൻ ചില വാക്കുകൾ നിനക്ക് പറഞ്ഞു തരാം, അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ലൗകാന അലൈക മിസ്ലു ജബരി സീറിൻ, സീർ പർവ്വതത്തിന്റെ അത്ര കടം നിനക്കുണ്ടെങ്കിലും അദ്ദാഹുല്ലാഹു അൻക, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിന്നിൽ നിന്ന് വീട്ടും. അതേതാണ്? ഖുൽ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നീനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നിന്റെ ഹറാമിൽ നിന്ന് നിന്റെ ഹലാൽ എനിക്ക് നീ ഉണ്ടാക്കി തരണം, എനിക്ക് നീ നൽകണം. നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്ന് എനിക്ക് നീ ധന്യത നൽകണം. എനിക്ക് ഇത്ര കടണ്ട്, ആ കടം എനിക്ക് നീ വീട്ടാൻ എന്നെ സൗകര്യം ചെയ്തു തരണം എന്നാണ്. അപ്പോ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ വേറെയും നമുക്ക് കാണാൻ പറ്റും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയണേ, മാലി അറാക ജാലിസൻ ഫിൽ മസ്ജിദ് ഫി ഗൈരി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ നീ ഇങ്ങനെ പള്ളിയിൽ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഹുമൂമുൻ ലസ്മതനി വദുയൂനുൻ, എനിക്ക് ഒരുപാട് മനോവേദനകളും കടവുമൊക്കെ ഉണ്ട്, അതിൽ ഞാൻ പെട്ടുകിടക്കുകയാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ദുആ എന്തായിരുന്നു എന്നറിയോ? രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന ദുആയിലുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ എന്ന ദുആയായിരുന്നു. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ ചൊല്ലിക്കോന്നാണ്. ഇങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ച ദിക്റിന് ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് 333 വക 666 വക ആരൊക്കെയോ എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ പടച്ചോനല്ലാത്തവരെ വിളിക്കണേ ആ ഏട് എടുത്തു വെക്കണം എന്ന് പറഞ്ഞാൽ അത് പുത്തൻവാദമാകും. അത് പുത്തൻവാദമായിക്കോട്ടെ എന്ന് നെഞ്ചൂക്കോടെ നിലക്കൊണ്ടുകൊണ്ട് ഇങ്ങനൊരു മിമ്പർ ഇവിടെ ഉണ്ടാക്കിയത് ഇതുകൊണ്ട് തന്നെയാണ്. അത്ഭുതകരമായ സിദ്ധികൾ കിട്ടുന്ന ദുആകൾ നമുക്ക് വേറെയും നമ്മൾ ഈ മിമ്പറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ രംഗത്ത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ പോവുക. മലക്കുകൾ ഒരു മയ്യത്തിനെ കിട്ടുമ്പോ ആകാശകാവടത്തിലെത്തുമ്പോ നീ ചെയ്ത ഹൈറെന്താന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് കടം തരാനുള്ള ആളുകളൊക്കെ നോക്കിയിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആൾക്ക് അത് ഒഴിച്ചു കൊടുക്കും എന്ന് പറയുമ്പോ അവർക്ക് പിന്നെ മലക്കുകൾ അള്ളാഹുവിനോട് ഇയാളുടെ കാര്യത്തിൽ ഹൈറ് സംസാരിക്കുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കടം വിട്ടുകൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു ഘട്ടത്തിൽ പറയാം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മോമിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അവരുടെ ഖബറിടങ്ങളിൽ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ജിഹാദിന്റെ അടർക്കളങ്ങളിൽ പോരാടുന്നവരെ അള്ളാഹു ശക്തിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ എന്നും ഏറ്റവും ശാന്തവും സമാധാനപൂർവ്വമായ അന്തരീക്ഷം അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.